എത്ര പടം ഞാൻ ധ്യാനെ പറഞ്ഞടാ. ഇന്ന് വരെ ആ മനുഷ്യൻ, എൻ്റെ ധ്യാൻകുട്ടൻ ഇന്ന് വരെ എനിക്കിതൊരു വാക്ക് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇത്രയും സ്നേഹമുള്ളവരാണ് തെങ്കാശക്കാരെന്ന് ഞാൻ അറിഞ്ഞില്ല. അത് വഴിയേ അറിഞ്ഞോളൂ. ഇന്ന് വരെ ധ്യാൻ എന്നെ എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പ്രമുഖ യൂട്യൂബറും സിനിമാ റിവ്യൂവറുമായ അശ്വന്ത് കോക്കിനെതിരെ പരാതി. സീക്രട്ട് ഓഫ് കലിംഗ എന്ന സിനിമയുടെ നിർമ്മാതാക്കളാണ് തൃശൂർ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. കുറേ നാളുകളായിട്ട് കുറെ പട്ടികൾ, എടാ പട്ടികളെ, ആ പട്ടികളോടാണ് പറയുന്നത്. സിനിമയെയും അതിൽ അഭിനയിച്ച സ്ത്രീ താരങ്ങളെയും അശ്വന്ത് കോക്ക് വ്യക്തിപരമായി അധിക്ഷേപിച്ചെന്നാണ് നിർമ്മാതാക്കളുടെ പ്രധാന ആരോപണം. ധ്യാൻ ശ്രീനിവാസനെ വെച്ചിട്ടാണ് ഈ സിനിമ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ അല്ല മെയിൻ. അപ്പോൾ ആരാണ് ഈ എറണംകെട്ട സിനിമയിലെ മെയിൻ നായകൻ? ആരാണെന്ന് അത് മറ്റാരുമല്ല, ഇതിന്റെ സംവിധായകൻ തന്നെയായിട്ടുള്ള സനീഷ് ഉണ്ണികൃഷ്ണനാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. മോശം റിവ്യൂവിലൂടെ സിനിമയ്ക്ക് കോടികളുടെ നഷ്ടമാണ് ഒറ്റ വീഡിയോ കൊണ്ട് വരുത്തിവെച്ചതെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. ഇനി വരാൻ പോകുന്ന ഇത്തരം ലോ ബജറ്റ് തട്ടിക്കൂട്ട് അപരാധ മലങ്കലിട്ട് സിനിമകൾക്കകത്ത് AI ഉപയോഗിച്ചുകൊണ്ട് കാണിക്കാൻ പോകുന്ന കാട്ടപരാധങ്ങളുടെ ഒരു തുടക്കം ഈ സിനിമയിൽ കാണാം. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ താടി മീശയില്ല, കോളേജിലെത്തിക്കഴിഞ്ഞാൽ താടി മീശയും, തിരിച്ച് വീണ്ടും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ താടി മീശയില്ല. ഇങ്ങനെയൊക്കെ സിനിമ സംവിധായകൻ തന്നെ അഭിനയിച്ച സിനിമ. പ്രധാനമായും സ്ത്രീകളെ അടക്കം അധിക്ഷേപിച്ചു എന്നൊരു കാരണം കൂടി അതിൽ ഉന്നയിക്കുന്നുണ്ട്. കേട്ടോ, സ്റ്റുഡൻസിനെ കാണിക്കുന്നുണ്ട് ഫുള്ള് കളവികള്. നിന്റെ കവളെന്താ ചുവന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഗൗരി നന്ദ, ലക്ഷ്മി നന്ദൻ, മാളവിക മേനോൻ, മെറിൻ മൈക്കിൾ, ഇവരൊക്കെ സ്റ്റുഡൻസ്. എന്നിട്ട് ഇവര് പിന്നെ വലുതായി കുറെ വർഷം കഴിഞ്ഞ്, അപ്പോഴും ഇവര് കളവികള്, ഇവര് പഠിക്കുമ്പോഴും കളവികള്. ഇവര് കാണിക്കുന്ന കാട്ടവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നോസ്റ്റ് അടിക്കുന്നു. എന്നിട്ട് നട്ടപ്പാതിരക്ക് സാരി ഉടുത്ത് തന്നെ ഇവർക്ക് പോകണം കോളേജിൽ. ചേച്ചി സാരി ഉടുത്താ മതിയായിരുന്നു. ഞാൻ സാരിയാണല്ലോ ഉടുത്തിരിക്കുന്നേ. ഓ, നീ കണ്ണാടി വെച്ചിട്ടില്ല. കണ്ണാടി വെച്ചില്ലേ നിനക്ക് ഒരുപാട് പ്രായം തോന്നിക്കും. അതിനകത്ത് അവിടെ കിടന്ന് പെരങ്ങുക കോളേജിനകത്ത്. അയ്യോ, ഇദ്ദേഹത്തിന് അഭിനയിക്കണം. ആർക്ക്? സനീഷ് ഉണ്ണികൃഷ്ണൻ. അവൻ ഡെഡിക്കേറ്റഡ് ആണ്, അവൻ 100% ഡെഡിക്കേറ്റഡ് ആണ്. അപ്പൊ സനീഷ് ഉണ്ണികൃഷ്ണൻ ധ്യാനിനെ പിടിച്ചിട്ട് അവിടെ നിർത്തി. ട്രെയിലറിലും പോസ്റ്ററിലും മറ്റ് എന്തെങ്കിലും പ്രൊമോഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ തന്നെ. അല്ലാതെ ഇപ്പൊ സനീഷ് ഉണ്ണികൃഷ്ണൻ അഭിനയിച്ച സിനിമ പുള്ളി തന്നെ സംവിധാനം ചെയ്ത് ഇറക്കുവാണെങ്കിൽ ഒരു പട്ടിക്കുറക്കം പോലും തിയേറ്ററിന്റെ പരിസരത്ത് പോലും പോകില്ല എന്ന് പുള്ളിക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ധ്യാനെ പിടിച്ചിട്ടത്. ഈ സനീഷ് ഉണ്ണികൃഷ്ണനെ ഓൾറെഡി അഭിനയിച്ചു കഴിഞ്ഞ് ഏത് ക്യാമ്പസ് സീൻസ്. അപ്പൊ ആ സമയത്ത് പുള്ളിക്ക് താടി മീശയുണ്ട്. എന്നിട്ട് ഈ ധ്യാന്റെ കൂടെ ഈ വീട്ടില് ധ്യാനെ തടവിൽ നിർത്തിയിരിക്കുന്ന വീട്ടിലുള്ള സീൻസ് കാണിക്കുമ്പോൾ അദ്ദേഹത്തിന് താടി മീശയില്ല. എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. സംഭവം എന്തോ ഓൾറെഡി ഷൂട്ട് ചെയ്ത് പോയി താടി മീശയും വെച്ചിട്ട്. എന്നാ പിന്നെ ധ്യാനിന്റെ ഡേറ്റ് നോക്കിയിട്ട് ഇദ്ദേഹത്തിന് വീണ്ടും താടി മീശയും വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് ധ്യാന്റെ കൂടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടി കാണൂല. ഇരിക്കുന്ന താടി വരെ അടുത്തൊരു മൂവിക്ക് വേണ്ടിയിട്ടുള്ള ഈ ട്രിം ആയിട്ടിരിക്കുന്നതും അടുത്ത മൂവിക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷനാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാ സിനിമ എടുത്തിട്ട് ജോറ് പാറാക്കിക്കോ, വേഗം പ്രസ് മീറ്റ് വിളിച്ചോ. വേറെ ഒന്നും നിങ്ങളെ കൂടെ നടക്കൂല. ഒരു കയ്യബദ്ധം ഇതിലെ പാട്ടുകൾ പറഞ്ഞ ഇങ്ങനെയാ. വരുമോ കുളിരേ അരികിൽ. പിന്നെ ഇതിന് ലിറിക്സ് ആരെഴുതി എനിക്കറിയില്ല. എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? രാവേ രാവേ ആരാച്ചാരേ. രാവും ആരാച്ചാരും തമ്മിൽ എന്താ ബന്ധം? അതായത് ഇങ്ങനെ റൈമിങ് പോലെ പ്രാസൊപ്പിക്കാൻ വേണ്ടി കാളയെന്ന് പറഞ്ഞിട്ട് അതുമായിട്ട് ബന്ധമില്ലാതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. മല്ലയാ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ.
ഹിയോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ടപ്പ് എന്ന് പറഞ്ഞ് ഇടിച്ചു പൊടിക്കുക.